So our next topic is brand promotion. Brand promotion, first of all, promotion means it encompasses all the tools in the marketing mix whose major role is persuasive communication. The definition given by Philip Kotler. So the main purpose of promotion to persuade the particular customers to a product or a brand. So brand promotion, which refers to any type of marketing communication. So any type of marketing communication can used to inform the target audience or customers or pursue that particular customers regarding the merits of a brand, product or service. So the main objectives of brand promotion, the first aim is to informing. അതായത് പ്രോസ്പെക്റ്റീവ് കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് നമ്മുടെ ബ്രാൻഡ് പ്രൊമോഷൻ എന്താണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് ഇൻഫോം ചെയ്യുക. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ്, നമ്മൾ എന്താണ് ഈ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന മെസ്സേജ്, അത് എത്ര കോംപ്ലക്സ് ആണെങ്കിലും അതിൻ്റെ ടെക്നിക്കൽ പാർട്ട്, ഇപ്പോൾ ഒരു ഓട്ടോമൊബൈൽസ് ആണെങ്കിലും കമ്പ്യൂട്ടേഴ്സ് ആണെങ്കിലൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ പാർട്ടൊക്കെ നമ്മൾ ഇൻഫോം ചെയ്യണ്ടേ. സോ അതൊക്കെ ഇൻഫോം ചെയ്യുന്നതാണ് ഇൻഫോമിങ് എന്നുകൊണ്ട്, ബ്രാൻഡ് പ്രൊമോഷൻ കൊണ്ട് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുകയാണ്. സെക്കൻഡ് വൺ ഈസ് പെർസ്യൂഡിങ്. അതായത് ഒരു കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ ടാർഗറ്റ് ഓഡിയൻസിനെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു സ്റ്റിമുലേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതാണ് പ്രൊമോഷൻ്റെ വേറൊരു ഗോളായിട്ട് തന്നെ പറയാൻ പറ്റുന്നത്. ഇൻഫോം ചെയ്ത കസ്റ്റമേഴ്സ്, നമ്മൾ ഇൻഫോമിങ് എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്ത് കഴിയുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ കമ്പനി ബ്രാൻഡിനെ ബൈ ചെയ്യാനായിട്ട് അവർക്ക് ആഗ്രഹം ഉണ്ടാക്കിയെടുക്കണം. സോ കസ്റ്റമേഴ്സിൻ്റെ പെർസെപ്ഷൻ നമ്മുടെ പ്രൊഡക്റ്റിനോടുള്ളത്, നമ്മുടെ പ്രൊഡക്റ്റ് ആട്രിബ്യൂട്ട്സിനോട് അട്രാക്റ്റ് ചെയ്യിക്കുക അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുകയാണ് പെർസ്യൂഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേർഡ് തിങ് ഈസ് റിമൈൻഡിങ്. കസ്റ്റമേഴ്സിന് നമ്മുടെ ബ്രാൻഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ആട്രിബ്യൂട്ട്സും ഒക്കെ റിമൈൻഡ് ചെയ്യുക. ഓഡിയൻസിൻ്റെ മൈൻഡിൽ എപ്പോഴും അത് സെറ്റ് ചെയ്യണം, എപ്പോഴും മെമ്മറൈസ് ചെയ്യുന്ന ഒരു ട്രിഗർ ആയിരിക്കണം നമ്മുടെ ബ്രാൻഡ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ബിഹേവിയർ മോഡിഫിക്കേഷൻ. പ്രൊമോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബയേഴ്സിന് ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് ബ്രാൻഡിനോട് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവർക്കൊരു ആവശ്യം വരുമ്പോൾ, ഒരു നീഡ് വരുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ആയിരിക്കും അവർ ചൂസ് ചെയ്യുക. അങ്ങനെ ഒരു ബിഹേവിയർ ആയിട്ട് അത് ക്രിയേറ്റ് ചെയ്യിക്കുകയാണ് ബ്രാൻഡ് പ്രൊമോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിഫ്ത്ത് വൺ ഈസ് സസ്റ്റെയിനിങ്. ബ്രാൻഡ് പ്രൊമോഷൻ a very important aim is sustain the influence that has been made earlier with the promotional tools. അഡ്വർടൈസിങ് കൊണ്ട് ഏത് പ്രൊമോഷണൽ മെത്തേഡ് യൂസ് ചെയ്താണെങ്കിലും എന്നും അവർ സസ്റ്റെയിൻ ചെയ്യുക, എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയാണ് ബ്രാൻഡ് പ്രൊമോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ there are types of brand promotional strategies. We know that the main promotion strategies used by different companies are advertising, personal selling, sales promotion, direct marketing and public relation. Advertising means, എന്താണ് അഡ്വർടൈസിങ്? നമ്മളൊരു സ്പെസിഫിക് തിങ്, ബ്രാൻഡോ പ്രൊഡക്റ്റോ ആകട്ടെ, അത് അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ മാർക്കറ്റിൽ അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ, പബ്ലിക് സപ്പോർട്ട് എല്ലാം ഗെയിൻ ചെയ്യാൻ വേണ്ടി എന്താണ് പെയ്ഡ് ഫോമിൽ, അതായത് നമ്മൾ കാശ് മുടക്കി ഒരു അഡ്വർടൈസിങ് ഏജൻസിനെ ഏൽപ്പിക്കും. നമ്മളായിരിക്കും ഐഡൻറ്റിഫൈഡ് സ്പോൺസർ അല്ലേ. സോ ഒരു പർട്ടിക്കുലർ മീഡിയ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ മെസ്സേജ് കസ്റ്റമേഴ്സിനെ അറിയിക്കുന്ന ഒരു മീഡിയമാണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ചെയ്യുന്നത് അഡ്വർടൈസിങ് ഏജൻസീസ് ആയിരിക്കും. സോ എന്താണ് ഫീച്ചേഴ്സ് പറയുക അഡ്വർടൈസിങ്ങിനെ സംബന്ധിച്ചിടത്തോളം? ട്രമൻഡസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ. സോഷ്യൽ മീഡിയ ആണ് ഇപ്പോൾ ഏറ്റവും വലിയ മേജർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ദ അഡ്വർടൈസിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് കമ്പോണൻറ്റ് ഓഫ് പ്രൊമോഷൻ. അഡ്വർടൈസിങ് എന്ന് പറയുന്നത് 4P മാർക്കറ്റിംഗ് മിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൊമോഷനാണ്. അതായത് മാനുഫാക്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെയിൽസ് എഫേർട്ടിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സെക്കൻഡ് തിങ് ഈസ് പെയ്ഡ് ഫോം. അഡ്വർടൈസിങ് ചെയ്യണമെങ്കിൽ എങ്ങനെ പോയാലും അത് നമ്മൾ കുറച്ച് കാശ് മുടക്കി ചെയ്യുന്ന കാര്യമാണ്. സോ ഇറ്റ് ഈസ് എ പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. തേർഡ് വൺ ഈസ് ഇംപേഴ്സണൽ പ്രസൻറ്റേഷൻ. അഡ്വർടൈസിങ് എന്ന് പറയുന്നത് ഒരു നോൺ പേഴ്സണൽ പ്രസൻറ്റേഷൻ ഓഫ് മെസ്സേജ് ആണ്. അതായത് ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ അഡ്വർടൈസറോ കൺസ്യൂമറോ തമ്മിലോ ഇല്ല. നെക്സ്റ്റ് ഈസ് പ്രൊവൈഡ് ഇൻഫർമേഷൻ. ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻ
നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് വഴി നമുക്ക് പ്രോസ്പെക്റ്റീവ് ബയേഴ്സിൽ എത്തിക്കാനായിട്ട് പറ്റും. പെർസ്വേഷൻ സ്ട്രാറ്റജി, അഡ്വർടൈസിങ്ങിൻ്റെ മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ അട്രാക്റ്റിംഗ് ദ attention of consumers towards a product. Next one is identified sponsor. അഡ്വർടൈസിങ്ങിൻ്റെ സ്പോൺസറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, കാരണം ഏത് കമ്പനിയാണ് എന്താണെന്നുള്ളത് അതിനകത്ത് പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ് ഈസ് ഇന്നോവേറ്റീവ് ഐഡിയാസ്. അഡ്വർടൈസിങ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ പണ്ടുണ്ടായിരുന്ന ഒരു അഡ്വർടൈസിങ് പോലെയാണ് ഇപ്പോഴും ഉള്ളത്, അല്ലല്ലോ. ഇന്നോവേറ്റീവായിട്ട് ആർട്ടിസ്റ്റിക് ആയിട്ട് അട്രാക്റ്റീവ് ഐഡിയാസ് ഇൻവോൾവ് ചെയ്തായിരിക്കും അഡ്വർടൈസ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് അബൌട്ട് ടാർഗറ്റ് ഫോക്കസ് മീൻസ് സെല്ലേഴ്സ് കൂടുതലായിട്ട് മാർക്കറ്റ് സെഗ്മെൻറ്റിനെ അല്ലെങ്കിൽ ടാർഗറ്റിനെ ഫോക്കസ് ചെയ്തായിരിക്കും അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത്, അല്ലേ. ഇപ്പോൾ വുമൻ ഹോളിക്സ് എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത് എന്താ, ഒരു ഏജ് ഓഫ് 30 ഇയേഴ്സ് ആയിട്ടുള്ള വുമൻസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിലാണ് വുമൻ ഹോളിക്സ്, അതവർ പ്രത്യേകം അത് പറയുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പേഴ്സണൽ സെല്ലിംഗ്. പേഴ്സണൽ സെല്ലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രൊഡക്റ്റോ സർവീസസോ എക്സ്ചേഞ്ച് ചെയ്യുകയാണ് ബയർ സെല്ലറിൽ നിന്നും. എങ്ങനെ, ഒരു 1-to-1 ഇൻട്രാക്ഷനാണ് അവിടെ ഉള്ളത്. ഡയറക്റ്റ് ആയിട്ടായിരിക്കും ബയർ സെല്ലർക്ക് സാധനങ്ങൾ കൊടുക്കുന്നത്. സോ സെയിൽസ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഒരു ആഫ്റ്റർ സെയിൽ കണ്ടീഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അല്ലേ. സെയിൽസ് പേഴ്സൺ ഡയറക്റ്റ് ആയിട്ട് ബയേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചായിരിക്കും പേഴ്സണൽ സെല്ലിംഗ് ചെയ്യുക. സോ അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എന്താണ്, 2-way കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. സെല്ലർ എന്തൊക്കെയാണ് ആ പ്രൊഡക്റ്റിന് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ വഴി ഇൻട്രാക്ട് ചെയ്ത് പൊട്ടൻഷ്യൽ ബയറെ കൊണ്ട് പെർസ്യൂ ചെയ്യിച്ച് അത് ബൈ ചെയ്യിക്കുന്നു. സെക്കൻഡ് ഈസ് ദർ ഇസ് എ പ്രോസസ്. ഒരു ഇൻട്രാക്ഷൻ ഉണ്ട്, പെർസ്യുവേഷൻ ഉണ്ട്, എക്സ്ചേഞ്ച് ഉണ്ട്, ഒരു നെഗോസിയേഷൻ നടക്കും ഇവർ തമ്മിൽ, അല്ലേ. നെക്സ്റ്റ് ഈസ് പ്രൊമോഷണൽ ടെക്നിക്. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് സെയിൽസ് മാനേജേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു പ്രൊമോഷണൽ ടെക്നിക്കാണ്. എന്തിനു വേണ്ടിയിട്ട്, കസ്റ്റമേഴ്സിനെ കൂടുതൽ അവരുടെ പ്രൊഡക്റ്റിലോട്ട് അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. സോ അത് അഡ്വർടൈസ്മെൻറ്റും സെയിൽസ് പ്രൊമോഷനും പബ്ലിക് റിലേഷൻ്റെ ഒക്കെ ഒരു ആഫ്റ്റർ ആയിട്ടുള്ളൊരു ഇഫക്റ്റ് പോലാണ് പേഴ്സണൽ സെല്ലിംഗ് നമുക്ക് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഈസ് സക്സസ്. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് സെയിൽസ് പേഴ്സൻ്റെ ക്വാളിറ്റീസ് വെച്ചിരിക്കും ആ ഒരു പർട്ടിക്കുലർ സെയിൽസ് നടക്കുക. സോ അത് സെയിൽസ് പേഴ്സൺ ആയിരിക്കും ആ കമ്പനീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് പോസിറ്റീവ് പ്രോസസ്സ്. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്ന ഈ പ്രോസസ്സ് ഒരു പോസിറ്റീവ് മാനറിൽ മുന്നോട്ട് പോകേണ്ട. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിൽസ് പേഴ്സണിൻ്റെ ഒരു പെർസെപ്ഷനും ഒരു പ്രഷറും ഒക്കെ വെച്ചിട്ടായിരിക്കും പർട്ടിക്കുലർ പ്രോസ്പെക്റ്റ് കസ്റ്റമേഴ്സ് അത് ബൈ ചെയ്യുക. സോ സെയിൽസ്മാൻ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലാണെങ്കിൽ മാത്രമാണ് അവർ എൻകറേജ് ചെയ്യാനും സ്റ്റിമുലേറ്റ് ചെയ്യാനും അവർ ഇൻഫ്ലുവൻസ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ഈസ് വൈഡർ ആപ്ലിക്കേഷൻ. സോ ഈ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി ഏറിയയിൽ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് നടത്തപ്പെടുന്നത് ടെലിഫോൺ, വീഡിയോ കോൺഫറൻസിങ്, ഇൻ്റർനെറ്റ്, ഒരു B2B ബിസിനസ് ടു ബിസിനസ് മാർക്കറ്റിംഗ് ആണ് നടക്കുന്നത്. ഒബ്ജക്റ്റീവ്സ് പാർട്ടിലോട്ട് നോക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാരീസ് ഇൻഫോർമേഷണൽ ഒബ്ജക്റ്റീവ്സ് ലൈക്ക് പർട്ടിക്കുലർ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക, ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും വാല്യൂസും ഒക്കെ ഡീൽ ചെയ്യുക, ക്വസ്റ്റ്യൻ ആൻസർ, കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യുക. അങ്ങനെ ഇൻഫോർമേഷണൽ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. പെർസ്യൂസീവ് ഒബ്ജക്റ്റീവ്സ്, അതായത് ഫോക്കസിങ് ഓൺ പെർസ്യൂഡിങ് ആൻഡ് ഇൻഫ്ലുവൻസിങ് ദി ബയേഴ്സ് ടു ബൈ എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഓർ സർവീസ്. നെക്സ്റ്റ് ഈസ് റിലേഷൻഷിപ്പ്. ഒരു റിലേഷൻഷിപ്പ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പോസിറ്റീവായിട്ട് കസ്റ്റമേഴ്സുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ഇമേജ് ബിൽഡിംഗ്, പേഴ്സണൽ സെല്ലിംഗ് വഴി ലോങ് ടേം റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു, അല്ലേ. സോ അതുവഴി കമ്പനി ഒരു സോഷ്യൽ വെൽബീയിങ് ആണ്. ഒരു കോൺഫിഡൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെയും ഡീലേഴ്സിൻ്റെയും റീറ്റെയിലേഴ്സിൻ്റെയും അല്ലെങ്കിൽ അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും മൈൻഡിൽ ഒരു കോൺഫിഡൻസ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് പേഴ്സണൽ സെല്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് സെയിൽസ് പ്രൊമോഷൻ. അതായത് സെയിൽസ് പ്രൊമോഷൻ എന്ന് വെച്ചാൽ എന്ത് ആക്ടിവിറ്റീസാണ്? പേഴ്സണൽ സെല്ലിങ്ങും അഡ്വർടൈസ്മെൻറ്റും പബ്ലിസിറ്റിയും അല്ലാതെ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ, പ്രൊഡക്റ്റ് മേടിക്കാൻ, അല്ലെങ്കിൽ ഡീലേഴ്സുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ കൂടുതൽ അട്രാക്റ്റീവായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അതായത്
കസ്റ്റമേഴ്സിൻ്റെ ഡിസാറ്റിസ്ഫാക്ഷനൊക്കെ ഒരു പരിധി വരെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് സെയിൽസ് പ്രൊമോഷനിലുള്ളത്. അതുപോലെ തന്നെ ബ്രാൻഡ് ഇമേജ് കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ അല്ലെങ്കിൽ യൂസേഴ്സിൻ്റെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു പോയിൻ്റ് ഓഫ് പർച്ചേസ് ആയിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യുക. സോ അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ് നോക്കുകയാണെങ്കിൽ ഹെൽപ്സ് ഇൻ ലോഞ്ചിങ് ന്യൂ ബ്രാൻഡ്സ് മീൻസ് എക്സ്പെൻഡിച്ചർ ഒരുപാടുള്ള ഒരു ഹെവി ആയിട്ട് എക്സ്പെൻഡിച്ചറുള്ള ഒരു സെയിൽസ് ആണെങ്കിൽ പോലും അത് ഇഫക്റ്റീവ് വേയിൽ നടത്തിക്കൊണ്ട് പോകാനായിട്ട് സെയിൽസ് പ്രൊമോഷൻ കൊണ്ട് പറ്റും. ലൈക്ക് ഫ്രീ സാമ്പിൾസ് കൊടുക്കുക, കൂപ്പൺസ് പ്രൊവൈഡ് ചെയ്ത് അങ്ങനെ അട്രാക്റ്റീവായിട്ട് മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റിനെ ലോഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നു. എൻകറേജ് റിപ്പീറ്റ് പർച്ചേസ്. ഇപ്പോൾ ഒരു 25% എക്സ്ട്രാ ഡിസ്കൗണ്ടൊക്കെ കൊടുത്ത് കസ്റ്റമേഴ്സ് ഒരിക്കൽ വന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് അവർ ഫ്രീക്വൻറ്റ് പർച്ചേസേഴ്സ് ആയിട്ട് മാറാൻ ചാൻസസ് ഉണ്ട്, കാരണം ദേ ഗെറ്റിംഗ് ഇൻസെൻറ്റീവ്സ് ആൻഡ് ഡിസ്കൗണ്ട്സ്. സോ ഇറ്റ് വിൽ എൻകറേജ് റിപ്പീറ്റ് പർച്ചേസ് ഫ്രം ദാറ്റ് പർട്ടിക്കുലർ പ്രൊഡക്റ്റ്. നെക്സ്റ്റ് ഈസ് ബ്ലോക്സ് കോമ്പറ്റീഷൻ മൂവ്. അതായത് ഒരു കോമ്പറ്റീറ്റേഴ്സിൻ്റെ മൂവ്മെൻറ്റ്സിനെ കൗണ്ടർ ചെയ്യുന്ന രീതിയിൽ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാനായിട്ട് സെയിൽസ് പ്രൊമോഷൻ കൊണ്ട് പറ്റുന്നു. നെക്സ്റ്റ് ഈസ് റിഡ്യൂസസ് ദ അഡ്വേഴ്സ് ഇഫക്റ്റ് ഓഫ് പ്രൈസസ്. ഒരു ഡെവലപ്പിംഗ് ഒരു എഫക്റ്റീവ് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്ന മാർക്കറ്റേഴ്സ് എപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ അറ്റൻഷൻ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവർ ഇതുപോലുള്ള ഓഫേഴ്സ് കൊടുക്കുമ്പോൾ അവർക്ക് റിവാർഡായിട്ട് കിട്ടുക എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ ലോയൽറ്റി ആയിരിക്കും. ഓക്കെ, കാരണം അവർ വന്ന് ഇത് ഉറപ്പായിട്ട് മേടിക്കും. സോ അതുവഴി എന്തായിരിക്കും, ബോണസ് പാക്കുകൾ, കൂപ്പണുകളൊക്കെ കസ്റ്റമേഴ്സിന് ലഭ്യമാവുകയും ചെയ്യും. സപ്ലിമെൻറ്റ്സ്, അഡ്വർടൈസിങ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ് ആണ് അടുത്ത ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അത് മാർക്കറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഷോർട്ട് ടേം സെയിൽസ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യണമെങ്കിൽ അഡ്വർടൈസ്മെൻറ്റും പേഴ്സണൽ സെല്ലിങ്ങും സെയിൽസ് പ്രൊമോഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഈസ് മെത്തേഡ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ. സെയിൽസ് പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു 3 മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത്. ഡീലർ സെയിൽസ് പ്രൊമോഷൻ ടൂൾസും, കൺസ്യൂമർ സെയിൽസ് പ്രൊമോഷൻ ടൂൾസും ആൻഡ് ഓഫ് കോഴ്സ് സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ ടൂൾസും. നമുക്ക് ഫസ്റ്റ് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഡീലേഴ്സ് സെയിൽസ് പ്രൊമോഷൻ ടൂൾസ്, അതർവൈസ് നോൺ ആസ് ട്രേഡ് പ്രൊമോഷൻ ടൂൾസ്. ട്രേഡ് പ്രൊമോഷൻ ടൂൾസ് അഥവാ പ്രോഗ്രാം എന്ന് പറയുന്നത് ട്രേഡേഴ്സുമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തായിരിക്കും. ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റോ ബ്രാൻഡോ ട്രേഡ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന ആളുകളെ ഫോക്കസ് ചെയ്യുന്നതാണിത്. അത് പല രീതിയിലുണ്ട്. വിഷ്വൽ മെർക്കൻഡൈസിങ് എങ്ങനെയായിരിക്കും, വിൻഡോ ഡിസ്പ്ലേ, വാൾ ഡിസ്പ്ലേ, കൗണ്ടർ ഡിസ്പ്ലേ, ഫ്ലോർ ഡിസ്പ്ലേ ഒക്കെ വെച്ച് മാർക്കറ്റേഴ്സ് കൂടുതൽ അട്രാക്റ്റീവായിട്ട് ട്രേഡേഴ്സിനെ അട്രാക്റ്റ് ചെയ്യിക്കും. ഓക്കെ. സെക്കൻഡ് ഈസ് സെയിൽസ് കോമ്പറ്റീഷൻ. ഏതെങ്കിലും സെയിൽസ് കോമ്പറ്റീഷൻ അറേഞ്ച് ചെയ്യുക, എന്നിട്ട് അതിന് പ്രൈസൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡീലേഴ്സ് അത് വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതലായിട്ടത് മേടിച്ചുകൊണ്ട് പൊക്കോളും. പ്രൈസ് ഓഫ് കൊടുക്കുക, അലവൻസസ് പ്രൊവൈഡ് ചെയ്യുക. ട്രേഡ് അലവൻസസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ പുഷ് മണി, അതായത് എക്സ്ട്രാ കമ്മീഷൻ കൊടുത്തുകൊണ്ട് റീറ്റെയിലേഴ്സിനെ അട്രാക്റ്റ് ചെയ്യിക്കുകയാണെങ്കിൽ അവർ വന്ന് നമ്മുടെ പ്രൊഡക്റ്റ് കൂടുതലും പർച്ചേസ് ചെയ്തുകൊണ്ട് പോയി അത് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തോളും. പിന്നെ പോയിൻ്റ് ഓഫ് പർച്ചേസ്, അതായത് സ്പെഷ്യൽ റാക്കറ്റോ ഷോക്ക് കേസസ് ഒക്കെ ഒരു റീറ്റെയിൽ സ്റ്റോറിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ കസ്റ്റമേഴ്സിനെയും അതുപോലെ തന്നെ ട്രേഡേഴ്സിനെയും കൂടുതൽ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സെയിൽസ് ട്രെയിനിങ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുക. ട്രേഡ് ഷോസ്, മാനുഫാക്ചറെ സംബന്ധിച്ചിടത്തോളം ട്രേഡ് ഷോയൊക്കെ ഓർഗനൈസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ ഡിസ്പ്ലേ ചെയ്ത് അതുവഴി നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും റീറ്റെയിൽ ചെയിൻസിനെയും കൂടുതൽ റെപ്രസെൻറ്റേറ്റീവ്സിനെയൊക്കെ ലഭ്യമാകാൻ സാധ്യതകളുണ്ട്. നെക്സ്റ്റ് ഈസ് സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ ടൂൾസ്. സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ ടൂൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് സെയിൽസ് ഫോഴ്സിൻ്റെ ആക്ടിവിറ്റീസ്, അതായത് സെയിൽസ്മാൻമാരെയാണ് കൂടുതലായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അവരുടെ എഫേർട്ട് കൂട്ടുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനും സർവീസസിനും കൂടുതലായിട്ട് എന്തുണ്ടാവും, ഇൻക്രീസ് ഉണ്ടാവും മാർക്കറ്റിൽ. സോ അതിന് വേണ്ടിയിട്ട് ബോണസ് ടു സെയിൽസ് ഫോഴ്സ്. ഇപ്പം സെയിൽസ്മാൻമാരോട് പറയുകയാണ് മാനുഫാക്ചേഴ്സ്, ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു വർഷം കൊണ്ട് നിങ്ങൾ ഇത്ര ടാർഗറ്റ് ഫിക്സ് ചെയ്തത് നിങ്ങൾ കംപ്ലീഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോണസ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എൻകറേജ്മെൻറ്റ് കിട്ടും അവർക്ക്. ഇൻസെൻറ്റീവ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് അവരുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കും. സെക്കൻഡ് വൺ ഈ സെയിൽസ് ഫോഴ്സ് കോൺടെസ്റ്റ്. അവരുടെ ഇൻട്രസ്റ്റും എഫേർട്ടും ഒരു സെയിൽസ് ബൈ സെയിൽസ് ഫോഴ്സ് കോൺടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ, അനൗൺസ് ചെയ്യുകയാണെങ്കിൽ ആ പ്രൈസ് കിട്ടാൻ വേണ്ടി സെയിൽസ്മാൻ മാക്സിമം സെയിൽസ് നടത്തും അല്ലേ.
നെക്സ്റ്റ് ഈസ് സെയിൽസ്മാൻ മീറ്റിംഗ് ആൻഡ് കോൺഫറൻസസ്. ഈ ഒരു പർട്ടിക്കുലർ ഒരു കോൺസെപ്റ്റിൻ്റെ ബിഹൈൻഡിലുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിൽസ്മാൻമാരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ഇൻസ്പയർ ചെയ്യുക, അവർക്ക് കൂടുതൽ റിവാർഡുകൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇതുവഴി അവർക്ക് എൻകറേജ്മെൻ്റ് ഉണ്ടാകും. കാരണം ആ ഒരു കൊല്ലത്തെ ബെസ്റ്റ് സെയിൽസ്മാനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ കാണും, ലൈക്ക് അടുത്ത കൊല്ലത്തെ അവാർഡ് എനിക്ക് വേണം എന്നുള്ള ആ രീതിയിൽ അവരെ എൻകറേജ് ചെയ്യിക്കുക. നെക്സ്റ്റ് ഈസ് കൺസ്യൂമർ ഓറിയൻറ്റഡ് പ്രൊമോഷൻ. അതായത് കൺസ്യൂമേഴ്സിന് എന്തൊക്കെ രീതിയിലാണ് എക്സിസ്റ്റിംഗ് ആയിട്ട് അവരെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അട്രാക്റ്റീവായിട്ട് കസ്റ്റമേഴ്സിനെ ഒരു ഫേംസിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ഉള്ള കാര്യങ്ങളെന്ന് നോക്കാം. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പുൾ സ്ട്രാറ്റജി ഹിയർ. അതായത് നമ്മൾ കൂടുതലായിട്ടും അവരെ ഒരു ഫോഴ്സ് ചെയ്യുന്ന രീതിയിലാണ്, പക്ഷേ ഇൻഡയറക്റ്റ്ലി അട്രാക്റ്റ് ചെയ്യുകയാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. അതിന് വേണ്ടി എന്ത് ചെയ്യും? ഫ്രീ സാമ്പിൾസ് കൊടുക്കും. അതായത് ഡോർ ടു ഡോറോ അല്ലെങ്കിൽ മെയിൽ വഴിയോ ഒക്കെ ഫ്രീ സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജാണ് അല്ലേ. നെക്സ്റ്റ് ഈസ് കൂപ്പൺ. എന്തെങ്കിലും ഒരു റിഡക്ഷനോ അല്ലെങ്കിൽ പ്രൈസ് റിഡക്ഷൻ കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് സേവിങ്സ് കൊടുത്തുകൊണ്ടോ ഒക്കെ ഒരു കൂപ്പൺസ് പ്രൊവൈഡ് ചെയ്യുക. ത്രൂ മാഗസിനോ ന്യൂസ് പേപ്പറോ അഡ്വർടൈസ്മെൻറ്റോ വഴി കൂപ്പൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എക്സ്ചേഞ്ച് സ്കീം, അവർക്കൊരു ഓൾഡ് പ്രൊഡക്റ്റ് മാറി ഒരു ന്യൂ വൺ മേടിക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കാം. ഡിസ്കൗണ്ടുകൾ കൊടുക്കാം. ഇവിടെ ഡിസ്കൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഫെസ്റ്റിവൽ സീസണിൽ ഇപ്പോഴൊക്കെ നല്ല ഡിസ്കൗണ്ടുകൾ കിട്ടുന്ന സമയമാണ് അല്ലേ. ഓഫ് സീസണിലൊക്കെ ഡിസ്കൗണ്ടുകൾ കൊടുക്കുക. പ്രീമിയം ഓഫേഴ്സ്, എക്സ്ട്രാ ക്വാണ്ടിറ്റി എടുക്കുന്നതനുസരിച്ച് അവർക്ക് ഓഫേഴ്സ് കൊടുക്കുക. പേഴ്സണാലിറ്റി പ്രൊമോഷൻസ്, അതായത് ഗ്രേറ്റർ നമ്പർ ഓഫ് കസ്റ്റമേഴ്സിനെ ഒരു സ്റ്റോറിലോട്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സെയിൽസിലോട്ട് അട്രാക്റ്റ് ചെയ്യിക്കുക. ഇൻസ്റ്റാൾമെൻറ്റ് സെയിൽസ്, കുറച്ച് പൈസ അടച്ചുകൊണ്ട് അവരുടെ അടുത്ത് ബാക്കി എമൗണ്ട് മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് ഒക്കെ ആയിട്ട് അടയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ അവർ നമ്മുടെ പ്രൊഡക്റ്റ് വന്ന് മേടിക്കും അല്ലേ. ആ രീതിയിലൊക്കെ അട്രാക്റ്റ് ചെയ്യിക്കാനായിട്ട് പറ്റുക. അടുത്തതാണ് ഇപ്പോൾ സെയിൽസ് പ്രൊമോഷൻ പറഞ്ഞു, പേഴ്സണൽ സെല്ലിംഗ് പറഞ്ഞു, അഡ്വർടൈസ്മെൻറ്റ് പറഞ്ഞു. ഇനി എന്താണുള്ളത്? പബ്ലിക് റിലേഷൻ. അതായത് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് ഒരു പ്രസ് റിലീസ് പബ്ലിസിറ്റീനെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഇമേജിനെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ടാണ് പബ്ലിക് റിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് MPR എന്ന് പറയുന്ന ടേം വരുന്നത്, മാർക്കറ്റിംഗ് പബ്ലിക് റിലേഷൻ. സോ ഇറ്റ് ഈസ് ടു സപ്പോർട്ട് കോർപ്പറേറ്റ് ആൻഡ് പ്രൊഡക്റ്റ് ബ്രാൻഡിങ് ആക്ടിവിറ്റീസ്. ഇതൊരു എഫിഷ്യൻറ്റ് ടൂളാണ്. ഒരു നമ്മുടെ മീഡിയയിലോ അല്ലെങ്കിൽ ബ്രാൻഡ് ഇമേജോ പ്രോപ്പർ വേയിൽ ബിൽഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയും അതിൻ്റെ ഒരു എന്താ പറയുക എന്തൂസിയാസം എന്നും ബൂസ്റ്റ് ചെയ്ത് ഡീലേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക എന്നാണ് പബ്ലിക് റിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സൊസൈറ്റിയുമായിട്ടൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസ് ഉണ്ടായിരിക്കും, അവിടെ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഈസ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഒരു ഇൻ്റർമീഡിയറീസും ഇല്ലാതെ ഡയറക്റ്റ് ചാനലാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു മാനുഫാക്ചറെ സംബന്ധിച്ച് ഡയറക്റ്റ്ലി ഡെലിവറിങ് ദി മെസ്സേജ് ഓർ സർവീസസ് ടു പർട്ടിക്കുലർ ടാർഗറ്റ് ഓഡിയൻസ്. അതെങ്ങനെയായിരിക്കും? ചിലപ്പോൾ ഫേസ് ടു ഫേസ് സെല്ലിംഗ് ആയിരിക്കും, ഡയറക്റ്റ് മെയിലായിരിക്കും, ടെലിമാർക്കറ്റിംഗ് ആയിരിക്കും. പല രീതിയിൽ അതിനുള്ള മെത്തേഡുകൾ യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഈസ് ബ്രാൻഡ് പ്രൊമോഷണൽ മീഡിയ. ബ്രാൻഡ് പ്രൊമോഷണൽ മീഡിയ മീൻസ് നമുക്കറിയാം ഇൻഫർമേഷൻസ് കസ്റ്റമേഴ്സിൽ എത്തിക്കുന്നതിന് വേണ്ടി പല മീഡിയ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. സോ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസിനെ പറ്റി സെല്ലറും മാനുഫാക്ചറും ആരുമാകട്ടെ അത് ടാർഗറ്റ് മാർക്കറ്റെ അറിയിക്കുകയാണ് മീഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിന് പല രീതിയിലുള്ള ഇൻ്റർമീഡിയേറ്ററി ഏജൻസീസ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ ഈ ബ്രാൻഡ് പ്രൊമോഷൻ മീഡിയയെ നമുക്ക് 4ആയിട്ട് തിരിക്കാം. ഇൻഡോർ മീഡിയ, ഔട്ട്ഡോർ മീഡിയ, ഡയറക്റ്റ് പ്രൊമോഷൻ മീഡിയ ആൻഡ് ഓൾസോ മോഡേൺ പ്രൊമോഷണൽ മീഡിയ. സോ ഫസ്റ്റ് വൺ എന്താണെന്ന് നോക്കാം. ഇൻഡോർ മീഡിയ. ഇൻഡോർ മീഡിയ മീൻസ് ബ്രാൻഡ് മെസ്സേജ് കസ്റ്റമേഴ്സിന് ഇൻഡോർ ആയിട്ട് ലഭിക്കുക, ഇൻ ടു ദി ഹൗസ് ആയിട്ട് ലഭിക്കുന്നതാണ് ഇൻഡോർ മീഡിയ എന്ന് പറയുന്നത്. ലൈക്ക് ന്യൂസ് പേപ്പേഴ്സ്, ട്രഡീഷണൽ മെത്തേഡാണ് ന്യൂസ് പേപ്പേഴ്സ് അല്ലേ. ഇപ്പം ഒരുപാട് വെറൈറ്റി ടൈപ്സ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ്, ഇംഗ്ലീഷ് ആവട്ടെ മലയാളം ആവട്ടെ പല രീതിയിലുള്ള ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്. ഇൻ്റർപ്രിട്ടേഷൻസ്, ഒപ്പീനിയൻ, കമൻസ് എല്ലാം കിട്ടുന്നുണ്ട് അല്ലേ. സോ
സോ ന്യൂസ് പേപ്പേഴ്സ്. പിന്നെ എന്താണ് അടുത്തത്? മാഗസിൻസ് ആൻഡ് ജേണൽസ്. അതൊരു പ്രിൻറ്റ് മീഡിയ ആണ്. മാഗസിൻസ് എന്ന് പറയുന്നത് ആനുവലിയോ ഹാഫ് ഇയർലിയോ അല്ലെങ്കിൽ മന്ത്ലിയോ ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ്. പിന്നെന്താണ്? ജേണൽസും, ദാറ്റ് ഓൾസോ എ പ്രിൻറ്റഡ് മെറ്റീരിയൽ. നെക്സ്റ്റ് ഈസ് റേഡിയോ. റേഡിയോ എന്ന് പറയുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ഫോക്കസ് ചെയ്യുന്നതാണ് ഇൻ റൂറൽ ഏരിയാസ്. സോ അവർക്കും ഗവൺമെൻറ് സ്കീമിനെ പറ്റിയും പ്രോഗ്രാമുകളെ പറ്റിയും അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയും വില്ലേജസിലോ സെമി അർബൻ ഏരിയാസിലൊക്കെ പ്രൊമോഷൻ കൊടുക്കുന്നത് റേഡിയോ വഴിയാണ്. നെക്സ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ടെലിവിഷൻ. ഇറ്റ് ഈസ് ഓൾസോ ആൻ എൻ്റർടൈൻമെൻറ്റ് സോഴ്സ് ഫോർ എവറി ഏജ് ഗ്രൂപ്പ്. നെക്സ്റ്റ് ഈസ് ഫിലിം ആൻഡ് തിയേറ്റേഴ്സ്. നമ്മുടെ പർട്ടിക്കുലർ പ്രൊഡക്റ്റിനെയോ ബ്രാൻഡിനെയോ നമ്മളിപ്പോൾ സിനിമ ഹാളിൽ ഇരിക്കുമ്പോൾ നമ്മൾ പല അഡ്വർടൈസ്മെൻറ്റും കാണാറുണ്ട്. നമ്മൾ ടി വി കാണാത്ത പോലും അഡ്വർടൈസ്മെൻറ്റ് ഫിലിമും കാണാനൊക്കെ തിയേറ്ററിൽ പോകുമ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റും അല്ലേ. സോ പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ ആ ബ്രാൻഡിനെ പറ്റി അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെ പറ്റി സോഷ്യൽ മെസ്സേജസ് കൊടുക്കുന്ന രീതിയിലായിരിക്കും അഡ്വർടൈസ്മെൻറ്റ് പോവുക. ഓക്കെ. നെക്സ്റ്റ് ഈസ് ഔട്ട്ഡോർ പ്രൊമോഷൻ മീഡിയ. ഔട്ട്ഡോർ പ്രൊമോഷൻ മീഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഇവിടെ പ്രൊമോഷൻ നടക്കുന്നത്? ഔട്ട്ഡോർ ആയിരിക്കും. കാരണം ആളുകൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ അങ്ങനെ ആ രീതിയിൽ ലൊക്കേഷൻ വൈസ് ആയിട്ട് അവർക്ക് അവൈലബിൾ ആകുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന മീഡിയയാണ് ഔട്ട്ഡോർ മീഡിയ എന്ന് പറയുന്നത്. അതെങ്ങനെയൊക്കെ ആയിരിക്കും? പോസ്റ്റേഴ്സ്, ഒരു ഷീറ്റ് ഓഫ് പേപ്പറിലോ അല്ലെങ്കിൽ ബോർഡ്, വാള്, ബിൽഡിങ്ങിലൊക്കെ വിസിബിൾ ആകുന്ന രീതിയിൽ ഏറ്റവും ചീപ്പായിട്ട് യൂസ് ചെയ്യുന്നതാണ് പോസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ പീലിംഗ് ദ പോസ്റ്റേഴ്സ് ലേറ്റർ എന്ന് പറയുന്നത്, അതായത് അവർക്ക് ആവശ്യം കഴിയുമ്പോൾ അത് പീൽ ചെയ്ത് കളയാവുന്നതാണ്. സെക്കൻഡ് വൺ ഈസ് പ്രിൻറ്റഡ് ഡിസ്പ്ലേ. ഒരു പെയിൻറ്റഡ് ബുള്ളറ്റിനോ അല്ലെങ്കിൽ വാൾ പെയിൻറ്റിങ്ങോ ഒരു വുഡണിലോ അല്ലെങ്കിൽ ഒരു അയൺ സ്ട്രക്ചർ ബേസിലുള്ള ഇതിൽ വലിയ നമ്മുടെ ലോഗോയും വലിയ ഫോട്ടോസൊക്കെ വെച്ചിട്ട് എവിടെയെങ്കിലും പ്ലേസ് ചെയ്യുക. കണ്ടിട്ടില്ലേ? പ്രിൻറ്റഡ് ഡിസ്പ്ലേ കണ്ടിട്ടില്ലേ? ഈ സ്വർണ്ണക്കടകളുടെ പരസ്യം അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ. ഇലക്ട്രിക് സൈൻ ഇപ്പോൾ ഉള്ളൊരു വേറൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു മീഡിയ ആണല്ലേ. ഇലക്ട്രിസിറ്റി ഡിസ്പ്ലേസ് ആൻഡ് ലൈറ്റ് ഇഫക്റ്റ് കൊടുത്തുകൊണ്ട് ഭയങ്കര എൻചാൻറ്റിങ് ആയിട്ടുള്ള സീൻസിൽ കൊടുക്കുന്നത്. ഇപ്പം നമ്മളിപ്പം രാത്രിയൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ കാണാൻ പറ്റൂല്ലേ, ഓരോ കമ്പനികളുടെ പ്രൊമോഷനൊക്കെ കാണാൻ പറ്റും അല്ലേ. നെക്സ്റ്റ് ഈസ് ട്രാവലിംഗ് ഡിസ്പ്ലേ. ട്രാവലിംഗ് ഡിസ്പ്ലേ എന്ന് പറയുന്ന അഡ്വർടൈസിങ് മെത്തേഡ് ബ്രാൻഡും ലോഗോയൊക്കെ വെഹിക്കിൾസിൽ കൊടുക്കും. നമുക്കറിയാം KSRTCയിലൊക്കെ ഇപ്പോൾ കാണാറുണ്ട് ചില പ്രൊഡക്റ്റുകളുടെ അല്ലെങ്കിൽ ഇപ്പോൾ മെയിനായിട്ടും സിനിമകളുടെയും സീരിയലുകളുടെയൊക്കെ പരസ്യങ്ങളൊക്കെ കാണാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ ട്രെയിനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ കായംകുളം കൊച്ചുണ്ണിയും ഒക്കെ ഇറങ്ങുന്ന സമയത്ത് ട്രെയിനുകളിൽ ഉണ്ടായിരുന്നു ഇതുപോലെ വലിയ പോസ്റ്റേഴ്സൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഈ സ്കൈ റൈറ്റിംഗ്. അതൊരു വിഷ്വൽ ഡിസ്പ്ലേ ഓഫ് എക്സ്പ്രസിങ് ദ ബ്രാൻഡ് മെസ്സേജ് ത്രൂ സ്കൈ. ഏതെങ്കിലും സ്മോക്ക് കൊണ്ട് ഫയർ വർക്ക് ലൈറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ എയർക്രാഫ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് അട്രാക്റ്റീവായിട്ട് ഓഡിയൻസിനെ കാണിക്കുന്നതാണ് സ്കൈ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഒരിടയ്ക്ക് ഈ എന്താണ് ഇൻഡിപെൻഡൻസ് ഡേക്കും റിപ്പബ്ലിക് ഡേക്കൊക്കെ ഫ്ലാഗൊക്കെ എയർക്രാഫ്റ്റ് ഉപയോഗിച്ച് ചെയ്യണം കണ്ടിട്ടില്ലേ, അത്. നെക്സ്റ്റ് ഈ സാൻഡ്വിച്ച് മാൻ. അതായത് എങ്ങനെയാ ഓപ്പോയുടെ ഒക്കെ പരസ്യം കണ്ടിട്ടില്ലേ? ഓപ്പോ വോഡഫോണിൻ്റെ ഒക്കെ പരസ്യം ആ ക്യാരക്ടേഴ്സിൻ്റെ ബൊമ്മകളൊക്കെ വെച്ചിട്ടുള്ള ആ രീതിയിൽ മാർക്കറ്റിലും കമ്പനിയുടെ ഫ്രണ്ടിലൊക്കെ നിന്നുകൊണ്ടുള്ള ഒരു ടീം. നെക്സ്റ്റ് ഈസ് ഡയറക്റ്റ് പ്രൊമോഷൻ മീഡിയ. ഡയറക്റ്റ് പ്രൊമോഷൻ മീഡിയ എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ മെത്തേഡാണ്. പോസ്റ്റ് കാർഡും സർക്കുലേഴ്സും എന്തെങ്കിലും പ്രിൻറ്റഡ് അഡ്വർടൈസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ ബുക്ക്ലെറ്റ് കൊടുക്കുക, സെയിൽസ് ലെറ്റർ, കലണ്ടറുകൾ, കമ്പനിയുടെ പേരും ലോഗോയൊക്കെ വെച്ചുള്ള കലണ്ടറുകൾ, ഫ്രീ സാമ്പിൾസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ട്രഡീഷണൽ മെത്തേഡാണത്. നെക്സ്റ്റ് ഈസ് മോഡേൺ പ്രൊമോഷണൽ മീഡിയ. മോഡേൺ പ്രൊമോഷണൽ മീഡിയ എന്താണ്? ഓൺലൈൻ പോസ്റ്റ്, വെബ്സൈറ്റിൽ കൂടെയൊക്കെ പോസ്റ്റ് ചെയ്യുക അല്ലേ. സോഷ്യൽ നെറ്റ്വർക്കിംഗ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്തുകൊണ്ട്. നെക്സ്റ്റ് സോഷ്യൽ മീഡിയ. അതൊരു നോ മോണിറ്ററി കോസ്റ്റ് ഉള്ള ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. മാർക്കറ്റിംഗ് ടൂളിന് വേണ്ടിയിട്ടും പല ബിസിനസ് മേഖലകൾക്കും വേണ്ടി ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് വെബ്സൈറ്റ്, മേജർ ടൂൾ ടു ബിൽഡ് ബ്രാൻഡ് വിസിബിലിറ്റി. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഇവൻറ്റ് സ്പോൺസർഷിപ്പ്. ഒരു ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് ഒരു ഇവൻറ്റ് സ്പോൺസർഷിപ്പ് ഒക്കെ എടുക്കുന്ന രീതിയിലുള്ള ഫോമുകളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇതൊക്കെയാണ് പുതിയ രീതിയിലുള്ള പ്രൊമോഷണൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പ്രൊമോഷണൽ media to branding our product and services.